പാലക്കാട്ടെ CPM-ലെ പൊട്ടിത്തെറിയിൽ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ ഇരുന്ന് നേതാക്കളെ വിമർശിക്കാമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതി അല്ലെന്നും EN സുരേഷ് ബാബു വിമർശിച്ചു. നമ്മളിപ്പോ ഇതൊരു പാർട്ടി, ഞങ്ങളുടെ ഒരു പാർട്ടി സംഘടനാ രീതിയല്ല. ഒരു കത്ത് കൊണ്ട് തരിക, എന്നിട്ട് നേരെ വന്നിട്ട് നിങ്ങളെ കാണുക, എന്നിട്ട് ഒരേപോലെ കാര്യം പറയുക, അതൊരു സംഘടനാ രീതി. ഞങ്ങൾക്ക് ഒരു പാർട്ടി അംഗത്തിന് പറയാനുള്ള ഏത് കാര്യം, ആരെ വിമർശിക്കാനുള്ള ഒരു അവകാശമുള്ള അവർക്ക് ഉള്ളൊരു ഘടകമുണ്ട്. പാർട്ടി മെമ്പർമാരുടെ ഘടകം എന്ന് പറയുന്നത് ബ്രാഞ്ചാണ്. അതിൻ്റെ മുകളിലാണ് പിന്നീടുള്ള എല്ലാ ഘടകങ്ങളും. ആ ഘടകങ്ങൾ വിശദമായി പറയാ, ഏത് കാര്യം പറയാ. ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ തിരുത്തേണ്ടതാണെങ്കിൽ അവർക്ക് നന്നായി അങ്ങനെയൊക്കെ പറഞ്ഞും തിരുത്തിയിട്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിയത്. ഞാനൊരു സുപ്രഭാതത്തിൽ ജില്ലാ സെക്രട്ടറി കശേരിയിൽ വന്നിരുന്നതാണോ? പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടും LC സെക്രട്ടറി ആയിട്ടും ഏരിയ സെക്രട്ടറി ആയിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ പ്രവർത്തിച്ച് ഈ കാലയളവിൽ എന്തെല്ലാം കേട്ടിട്ടുണ്ടാവും, എന്തെല്ലാം പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പോരായ്മ വന്നിട്ടുണ്ടാവും. എനിക്ക് ആ പോരായ്മകളൊക്കെ ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങളെ സ്നേഹത്തോടുകൂടി വിമർശിക്കുമ്പോൾ ഏറ്റവും നല്ലത് സഖാക്കൾ വിമർശിക്കുന്നവരാണ് നമ്മളോട് സ്നേഹം കാണിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. സഖാക്കള് നമ്മളെ നന്നായി വിമർശിച്ചാൽ അവൻ ഈ പാർട്ടിയോടും നല്ല കൂറുണ്ട്, പാർട്ടിയെ നയിക്കുന്ന ഞങ്ങളോടും നല്ല കൂറുണ്ട് എന്നർത്ഥം. അപ്പൊ എനിക്കൊരു വീഴ്ച വന്നു, ആ വീഴ്ച ഒരാളും ചൂണ്ടിക്കാണിക്കുന്നേ ഇല്ല. അയാൾക്ക് യഥാർത്ഥത്തിൽ എന്തില്ല, പാർട്ടി നന്നാവണമെന്നുമില്ല, ഇയാൾ നന്നാവണമെന്നുമില്ല. ഇപ്പൊ വ്യക്തിപരമായി നേതാവും നന്നാവണ്ട, അല്ലെങ്കിൽ നയിക്കുന്ന സഖാവും നന്നാവണ്ട, പാർട്ടി വിമർശിക്കുന്നവരാ ഈ പാർട്ടിയെ ഏറ്റവും നന്നായി മുന്നോട്ട് നയിക്കുന്നത്. അവിടെയാണ് അല്ല ഞാൻ പറയുന്നത്, അതൊരു സംഘടനാ രീതിയല്ല, അത് പാർട്ടി രീതിയല്ല. ആ പാർട്ടി രീതിയിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതല്ല ഞങ്ങളുടേതായിട്ടുള്ള രീതിക്ക് പരിശോധിച്ചോളാം. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം ആയിരുന്ന അബ്ദുൽ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് വിവാദമായിരുന്നു. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയതും ചിറ്റൂർ, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവിയും പാർട്ടി വിശദമായി പരിശോധിക്കുമെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. പാർട്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൃത്താലയുടെ വോട്ടിന്റെ പാറ്റേൺ ഒന്ന് പരിശോധിച്ചാൽ പോളിംഗിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷിച്ച വോട്ടിൽ നിന്ന് 1500 വോട്ടിന്റെ കുറവുകളാണുള്ളത്. എന്നാൽ കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു. അതിനൊക്കെ SIR-മായി ബന്ധപ്പെട്ട് അവിടെ ചേർത്തിയ വോട്ടും പിന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അത് ഞാൻ വിശദമായി ഇപ്പോൾ പറയുന്നില്ല. അതുണ്ട്, അത് ഞങ്ങളെ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ അതെല്ലാം നന്നായി തന്നെ അടിത്തട്ടിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞങ്ങളിപ്പോൾ DC-യും ഒക്കെയാണല്ലോ ഇപ്പോൾ ഒരു ഇതിന്റെ ഭാഗമായി ഒരു പ്രാഥമിക ചർച്ച എന്ന നിലയ്ക്ക് നടത്തിയിട്ടില്ല. പ്രാഥമിക ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്, ആഴ്ന്നു പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ ഘടകങ്ങൾ, താഴെ തട്ട് വരെയുള്ള ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. അതിനനുസരിച്ച് ഞങ്ങൾ അത് പരിശോധിച്ച് CCN പാലക്കാട്.